ഭൂപടത്തിൽ നിന്നും ഗാസ ഇല്ലാതെയാകാൻ പോകുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പേ പിടിച്ച നായയെ പോലെ ഇസ്രായേൽ അവരുടെ നരനായാട്ട് തുടരുകയാണ്. കരയാക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഗാസ. ബോംബിംഗ് കൂടാതെ ടാങ്കുകൾ ഉപയോഗിച്ച് രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് നിലവിൽ ഇസ്രായേൽ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 33 പലസ്തീൻകാർ. റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനോടകം 3.5 ലക്ഷത്തോളം പേർ പലായനം ചെയ്തു കഴിഞ്ഞു. ആറ് ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ സൈന്യം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇതാണോ തങ്ങളുടെ വംശത്തിന്റെ അവസാനമെന്ന ചോദ്യം ഓരോ പലസ്തീൻകാരനും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം കൈപ്പിടിയിലൊതുക്കി പലായനം ചെയ്യുകയാണവർ. ഗാസ കത്തുകയാണെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഭയാനകം എന്ന വാക്കുകൊണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ആഗോളതലത്തിൽ വ്യാപകമായി കടുത്ത ഭാഷയിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ കരയാക്രമണം വംശഹത്യാ പദ്ധതികളുടെ പുതിയ ഘട്ടമാണെന്നാണ് തുർക്കി വിശേഷിപ്പിച്ചത്. ഇത് കൂടുതൽ കൂട്ടപലായനത്തിന് കാരണമാകുമെന്നും തുർക്കി മുന്നറിയിപ്പ് നൽകി. ഗാസ സിറ്റിയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണം വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് UN മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചത്. പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷങ്ങളുടെയും ഉപരോധങ്ങളുടെയും നടുവിൽ ഗാസ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമുഖമായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും കനത്ത പ്രഹരമേൽക്കുന്ന ഗാസയിലെ 20 ലക്ഷത്തിലധികം വരുന്ന ജനത തങ്ങളുടെ ഓരോ ദിനവും തള്ളി നീക്കുന്നത് കൊടിയ യാതനകൾ സഹിച്ചാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും നിരന്തരമായ ആക്രമണങ്ങളും ഗാസയെ ഒരു തുറന്ന ജയിലറയ്ക്ക് സമാനമാക്കിയിരിക്കുന്നു. ഗസയിലെ ജനജീവിതം വിവരണാതീതമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളായി തുടരുന്ന ഇസ്രായേലിന്റെ കര, വ്യോമ, നാവിക ഉപരോധം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരിക്കുന്നു. നിലവിൽ ജീവന് മാത്രമാണ് പ്രാധാന്യമെങ്കിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇന്നും അന്താരാഷ്ട്ര സഹായങ്ങളെ ആശ്രയിച്ചാണ് ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത്. ശുദ്ധജലം, വൈദ്യുതി, ഇന്ധനം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും കടുത്ത ക്ഷാമം നേരിടുന്നു. ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ലഭിക്കുന്ന വൈദ്യുതി ആശുപത്രികളുടെയും മറ്റ് അവശ്യ സേവനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നു. മലിനമായ ജലസ്രോതസ്സുകൾ കാരണം ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതും പതിവാണ്. ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക ആക്രമണങ്ങൾ ഗാസയുടെ ഈ ദുരിതത്തിനെല്ലാം വലിയ ആക്കം കൂട്ടി. ആയിരക്കണക്കിന് വീടുകളും സ്കൂളുകളും ആശുപത്രികളും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നു. ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വളരെ വലുതാണ്. അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ പൗരന്മാരും സ്ത്രീകളും കുട്ടികളുമാണ്. നിരന്തരമായ ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും ജീവിക്കുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. തൊട്ടു മുൻപ് പറഞ്ഞതുപോലെ നിലവിൽ ജീവന് മാത്രമാണ് പ്രാധാന്യമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഭാവിയും ഇന്നും ചോദ്യചിഹ്നമാണ്. കുട്ടികളെ ലക്ഷ്യം വെക്കുന്ന പോലെ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ മേഖലയാണ് ആരോഗ്യ മേഖല. ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നുകളോ ചികിത്സാ ഉപകരണങ്ങളോ ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാരോ ഇല്ല. പരിക്കേറ്റവരെയും രോഗികളെയും ചികിത്സിക്കാൻ സൗകര്യങ്ങളില്ലാതെ ആരോഗ്യ പ്രവർത്തകർ നിസ്സഹായരാവുന്ന കാഴ്ചയാണ് ഗാസയിലുടനീളം. ഉപരോധം കാരണം ഗുരുതര രോഗങ്ങളുള്ളവർക്ക് പോലും വിദഗ്ധ ചികിത്സയ്ക്കായി ഗാസയ്ക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. അതിജീവനത്തിനായുള്ള പോരാട്ടം എന്നായിരുന്നു ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ ലോകം വിളിച്ചിരുന്നത്. ആ പോരാട്ടമാണ് ഒരുപക്ഷെ പൂർണ്ണമായും നിലയ്ക്കാൻ പോകുന്നത്. കുറച്ചുപേർ അത് കണ്ണീരോടെ നിസ്സാരരായി നോക്കി നിൽക്കുന്നു, മറ്റു ചിലർ പുഞ്ചിരിയോടെയും. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യവും അവകാശവുമായ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം,
സുരക്ഷ തുടങ്ങിയ എല്ലാം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ലോകം പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ മാനുഷിക ദുരന്തത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം ഇനിയും വൈകിക്കൂടാ. സമാധാനപരമായ ഒരു രാഷ്ട്രീയ പരിഹാരത്തിലൂടെ മാത്രമേ ഗസയിലെ ജനങ്ങളുടെ കണ്ണുനീരിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ.